കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു മുറി തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ചീനിച്ചട്ടി തീയെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ മൂത്ത് വരുമ്പം കടുക് ഇട്ട് കൊടുക്കണം. വറ്റൽമുളക്, കറിവേപ്പില ഇവയിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം 1 സ്പൂൺ ഗരം മസാല എന്നിവയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എരിവിന് ആവശ്യാനുസരണമായി കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഈ മൂപ്പിച്ച ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളവും കൂടെ അതിലോട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഇത് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ കടലക്കറി ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒരു 2 തണ്ട് മല്ലിച്ചപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ കറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.